കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഇത് ഓൾഡാണോ ഒന്ന് പറഞ്ഞ, ഇത് ഓൾഡാണോ എന്ന് പറഞ്ഞേ, ഇത് ഓൾഡാണോ ഇല്ലയോ എന്ന് പറ. നീ അനാവശ്യം പേടിയുണ്ടല്ലേ? കേക്കണേ, 18 വയസ്സ് തികയാത്ത പെണ്ണിനെ പിടിച്ച് ഇതാക്കിയ കാര്യമായി പറയാൻ പോകുന്നു. മതി ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാ, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. മനസ്സിലായിട്ടുണ്ടാവില്ലേ? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പ്ലാൻഡ്. ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. പൈസയും പവറും വെച്ച് എന്തും ചെയ്യാന്നായിരിക്കും വിചാരം. കാണിച്ചു തരാം. തനിക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആട്ടെ, ആരാ തന്നെ അബദ്ധത്തിൽ ചാടിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യ അനുഭവം. ഇതൊന്നൊന്നുമല്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഇതല്ല, ഇത് തിന്മയും തന്നെയാണ്. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണത് തന്നെ. അതില് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? MDMA കേസ് പറഞ്ഞല്ലോ. ഇതാ ഇതേ ഇന്നൊന്നിലും തുടങ്ങിയതല്ല. ഏതായാലും എന്റെ കാര്യം പോക്കാ. ഓന്റെ ഫേസ് കാണിക്കുന്ന വീഡിയോ എടുത്തു. ഇതെല്ലാം ഫേക്കാന്ന് പറയൂടാ. നിങ്ങൾ എന്താ ഈ കളിക്കുന്നത്? ഇയാൾ എന്തിനാ ഒച്ച എടുക്കുന്നേ? അതെ, ഒച്ച വെച്ചാലേ തൊള്ള തുറക്കൂ. അതുകൊണ്ടാ ഒച്ച വെക്കുന്നത്. മറ്റേ ഫസ്റ്റ് പറയുന്നത്, അതിന് ശേഷം വീട്ടിൽ വന്നില്ല നമ്മള്. അതോർത്ത് അത് കാണിക്ക്. അതാണ് അതിന്റെ ഓടിയാന്ന് മേളിൽ. ഓടിയാന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ തല ചുറ്റി തുടങ്ങി. ഓഡിയോ വിട്, അതിന്റെ വീഡിയോ അവിടെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് തന്നെ ഞാനും ചോദിക്കണം. എന്തൊക്കെയാ പറയണേ? എടാ, അതിന്റെ വീഡിയോ കാറിലുള്ള വീഡിയോ ആണ്. അതായത് കള്ളു കുടിക്കുന്നില്ല പറയുന്ന ഒരു വീഡിയോ അതാ. അത് കൊടുത്തു. അല്ല, കള്ളു കുടിക്കുന്ന പറയുന്ന വീഡിയോ കൊടുത്തു. ഇതെല്ലാം പ്ലാൻ ചെയ്ത് വന്നാ മതിയായിരുന്നു ഓനെ പോലെ. ഇത് പുല്ല്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കരുക്കൾ നീക്കിയാലേ ഈ ട്രാപ്പിൽ നിന്ന് ഊരാൻ പറ്റൂ. ഞാൻ പറഞ്ഞ, ഞാൻ എല്ലാം കാണിക്കൂലേ. ഞാൻ 40% ഞാൻ കാണിക്കും. ബാക്കി ഇവന്മാര് വന്ന് വെളുപ്പിക്കട്ടെ, അപ്പൊ ഞാൻ ബാക്കി കാണിച്ചു കൊടുക്കാം. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. അതെ, നീ വിടണം. അതെ, വിടണം. നീ വിടണം. അത്ര ഉറപ്പുണ്ടെ നീ വിടണം. നീ അതെ എനിക്ക് ഇടാൻ പറ്റോ? ഇല്ലല്ലോ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിയാദ് എന്ന് പറയുന്ന ഇവന് ആകെ കാണിച്ചത് എന്ന് വെച്ചാല് ഈ ഷമീർ അല്ല ഷമീർ ഇതാക്കുന്നതാണ്. ദൈവമേ, പരീക്ഷിക്കല്ലേ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.